ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിന്റെ 4-ാം അധ്യായം തുടർച്ചയാണ് ഇത്തവണ. 33-ാമത്തെ ചോദ്യം. സാധിക്കുമായിരുന്നെങ്കിൽ അവർ എന്ത് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുമായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തരം: സാധിക്കുമായിരുന്നെങ്കിൽ അവർ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നു എന്നാണ് പറയുന്നത്. 34-ാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് പൗലോസ് താൻ ഗലാത്യരുടെ ശത്രുവായോ എന്ന് ചോദിക്കുന്നത്? ഉത്തരം: സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്. 35-ാമത്തെ ചോദ്യം. മറ്റുള്ളവർ ഗലാത്യരോട് കാണിക്കുന്ന താല്പര്യം എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ഗലാത്യർ അവരിൽ താല്പര്യം കാണിക്കുന്നതിന് വേണ്ടി എല്ലാവരിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. 36-ാമത്തെ ചോദ്യം. ഗലാത്യരുടെ താല്പര്യങ്ങൾ എപ്പോഴും എന്തിനു വേണ്ടി ആയിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് എപ്പോഴും നല്ലതു തന്നെ എന്നാണ് പൗലോസ് പറയുന്നത്. 37-ാമത്തെ ചോദ്യം. 19-ാം വാക്യത്തിൽ പൗലോസ് ഗലാത്യക്കാരെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം: കുഞ്ഞുമക്കളെ. 38-ാമത്തെ ചോദ്യം. എന്തിനു വേണ്ടിയാണ് ഗലാത്യക്കാർക്ക് വേണ്ടി പൗലോസ് വീണ്ടും ഈറ്റുനോവ അനുഭവിക്കുന്നത്? ഉത്തരം: ക്രിസ്തു അവരിൽ രൂപപ്പെടുന്നതിന് വേണ്ടി. 39-ാമത്തെ ചോദ്യം. ക്രിസ്തു തങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഗലാത്യക്കാർക്ക് വേണ്ടി ആരാണ് ഈറ്റുനോവ അനുഭവിക്കുന്നത്? ഉത്തരം: പൗലോസ് ശ്ലീഹ. 40-ാമത്തെ ചോദ്യം. പൗലോസ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഉത്തരം: ഇപ്പോൾ ഗലാത്യക്കാർക്കിടയിൽ സന്നിഹിതനായിരിക്കാൻ. 41-ാമത്തെ ചോദ്യം. അതോടൊപ്പം എന്ത് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? ഉത്തരം: തന്റെ സംസാര രീതി തന്നെ മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. 42-ാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം ആഗ്രഹിക്കുന്നത്? ഉത്തരം: കാരണം ഗലാത്യരെ ഓർത്ത് അദ്ദേഹം അസ്വസ്ഥനാണ്. 43-ാമത്തെ ചോദ്യം. പൗലോസിന്റെ വാക്കുകളിൽ ഗലാത്യക്കാർ എന്താണ് അഭിലഷിക്കുന്നത്? ഉത്തരം: നിയമത്തിന് വിധേയരായിരിക്കാൻ. 44-ാമത്തെ ചോദ്യം. നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന അവരോട് പൗലോസ് എന്താണ് ചോദിക്കുന്നത്? ഉത്തരം: അവർ നിയമം അനുസരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. 45-ാമത്തെ ചോദ്യം. അബ്രഹത്തിന്റെ 2 പുത്രന്മാർ ആരിൽ നിന്നും ജനിച്ചവരായിരുന്നു? ഉത്തരം: ഒരുവൻ ദാസിയിൽ നിന്നും ഇതരൻ സ്വതന്ത്രയിൽ നിന്നും. 46-ാമത്തെ ചോദ്യം. ഇരുവരും ഏത് രീതിയിൽ ജനിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു. 47-ാമത്തെ ചോദ്യം. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം: അവർ 2 ഉടമ്പടികളെ പ്രതിനിധാനം ചെയ്യുന്നു. 48-ാമത്തെ ചോദ്യം. സീനായ് മലയിൽ നിന്നുള്ളവൾ ആരാണ്? ഉത്തരം: ഹാഗാർ. 49-ാമത്തെ ചോദ്യം. അവൾ എന്തിനു വേണ്ടി മക്കളെ ജനിപ്പിക്കുന്നു? ഉത്തരം: ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. 50-ാമത്തെ ചോദ്യം. ഹാഗാർ എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം: ഹാഗാർ അറേബ്യയിലെ സീനായ് മലയാണ്. അവൾ ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകമത്രേ. 51-ാമത്തെ ചോദ്യം. ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകമായി വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം: ഹാഗാറിനെ. 52-ാമത്തെ ചോദ്യം. ഹാഗാറിനെ ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകമായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം അവൾ തന്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു. 53-ാമത്തെ ചോദ്യം. സ്വർഗീയ ജെറുസലേം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഉത്തരം: സ്വതന്ത്രയെ. 54-ാമത്തെ ചോദ്യം. ആരാണ് നമ്മുടെ അമ്മ? ഉത്തരം: സ്വതന്ത്ര എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നവൾ. 55-ാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് സ്വതന്ത്രയെ നമ്മുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്?
ഉത്തരം കാരണം അവൾ സ്വർഗീയ ജെറുസലേമിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഏശയ്യായുടെ പുസ്തകം 54 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു, അല്ലയോ പ്രസവിക്കാത്ത വന്നി, നീ ആഹ്ലാദിക്കുക, എന്തെന്നാൽ ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തർക്ക് ആണുള്ളത്. 56 ചോദ്യം. ഗലാത്യർ ആരെ പോലെ തന്നെ വാഗ്ദാനത്തിന്റെ മക്കളാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഇസഹാക്കിനെ പോലെ. 57 ചോദ്യം. ആരാണ് ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ മക്കൾ? ഗലാത്യരും. 58 ചോദ്യം. ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആരെയാണ് അന്ന് പീഡിപ്പിച്ചത്? ഉത്തരം ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ. 59 ചോദ്യം. ഇന്നും അതുപോലെ തന്നെയാണ്, ഏതുപോലെ തന്നെ? ഉത്തരം ശാരീരിക രീതിയിൽ ജനിച്ചവൻ ഇന്നും ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ പീഡിപ്പിക്കുന്നു. 60 ചോദ്യം. വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? ഉത്തരം ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ, എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. 61 ചോദ്യം. ഇവിടെ ആരെ നിഷ്കാസനം ചെയ്യുവാനാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ഉത്തരം ദാസിയെയും അവളുടെ പുത്രനെയും. 62 ചോദ്യം. എന്തുകൊണ്ടാണ് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യണം എന്ന് പറയുന്നത്? ഉത്തരം എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. 63 ചോദ്യം. ഗലാത്യർ ആരുടെ മക്കളാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം സ്വതന്ത്രയുടെ. 64 ചോദ്യം. 4 അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ഗലാത്യരെ സഹോദരരെ എന്ന് എത്ര പ്രാവശ്യം സംബോധന ചെയ്യുന്നുണ്ട്? ഉത്തരം 3 പ്രാവശ്യം.